ഇന്ന് കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കു എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ, അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇഷൽ ഡിസൈനിൻ്റെ ഓർഡേഴ്സാണ്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തു. ഇനി ഇക്കു ഇതെല്ലാം കൂടിയിട്ട് കൊണ്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇക്കു പോകുന്നത് നോക്കിയിട്ട് ഞാനും മിഷൽ ബേബിയും കുറച്ച് നേരം പുറത്ത് നിന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ നടന്നും കളിച്ചൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഇക്കു തിരിച്ചു വന്നു. ഇക്കു വന്നപ്പോൾ നല്ല ചൂട് ബജ്ജി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കായ ബജ്ജിയും മുളക് ബജ്ജിയും നല്ല എരിവുള്ള ചമ്മന്തിയാണ് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ ഒരു ഗ്ലാസ് ചായയും കൂടി കൊണ്ടുവന്ന് തന്നു കേട്ടോ. അങ്ങനെ നല്ല എരിവുള്ള ചമ്മന്തിയിൽ ബജ്ജി മുക്കിയിട്ട് കഴിക്കുകയാണ്. ബജിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ എരിവുള്ള ചമ്മന്തിയിൽ മുക്കി കഴിക്കുമ്പോൾ ഒന്നും കൂടി വേറെ ലെവലായ ഫീലായിരുന്നു. പൊതുവേ എരിവ് അത്ര കഴിക്കാത്ത ആളായത് കൊണ്ട് എനിക്ക് ആ ചമ്മന്തി ശരിക്കും കിളിപ്പോയ അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചമ്മന്തിയിൽ മുക്കാണ്ട് ബജി കഴിച്ചു നോക്കി, ആ എരിവൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. ഇഷലു എന്താ ഉമ്മി ചെയ്യണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കിളി പോയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എരിവ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വേഗം അടുക്കളയിൽ പോയി ബാലൻസ് ഇരിക്കുന്ന കേക്കൊക്കെ വാരി വലിച്ച് തിന്നാണ് കേട്ടോ. എരിഞ്ഞിട്ട് എൻ്റെ കിളി പോയി. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യത്തിൽ ചമ്മന്തിയിലൊക്കെ മുക്കി കഴിച്ചതാണ്. പക്ഷേ എനിക്കാണെങ്കിൽ എരിവ് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഭാഗ്യമുണ്ട് കേക്ക് ഉണ്ടായത്, അത് കാരണം വീണ്ടും ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. എരിവ് കാരണം ഒരു പീസിലൊന്നും നിന്നില്ല, വീണ്ടും ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. അപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു സമാധാനമായത് കേട്ടോ. പിന്നെ ബാക്കി ബജി ചമ്മന്തി കൂട്ടാതെ തന്നെ കഴിച്ചു.